കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാനിവാസിയായി തീർന്ന കഥകളെ അനുസ്മരിച്ചു. ഭഗവാൻ തൻ്റെ സതീർത്ഥനായ ഉദ്ധവ മഹാശയനെ ഗോപികമാരുടെ സമീപത്തേക്ക് നന്ദഗോകുലത്തിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവർ അനേകമായിട്ടുള്ള തൻ്റെ സങ്കട നിവേദനങ്ങൾ ഏത് തരത്തിലാണോ ഭഗവാന്റെ ധർമ്മമെന്ന് ഞങ്ങൾക്കറിയില്ല ഉദ്ധവനോട് പറയുകയാണ്. ഒരു സമയത്ത് സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവനെ രക്ഷിക്കാൻ ഇന്ദ്രപുത്രനായിട്ടുള്ള ബാലിയെ നിഗ്രഹിച്ചു. മറ്റൊരു സമയത്തോ ഭഗവാൻ സൂര്യപുത്രനായിട്ടുള്ള കർണനെ നിഗ്രഹിച്ചു, എന്നാൽ ഇന്ദ്രപുത്രനായിട്ടുള്ള അർജുനനെ രക്ഷിച്ചു. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരോദ്ദേശ്യം കൊണ്ട് എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ എന്നാൽ ശ്രീകൃഷ്ണനാണ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളത്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്മരണ കണ്ട് എല്ലാ സമയത്തും ശ്രീകൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഗോപികമാരുടെ ഭക്തി കണ്ട് ഉദ്ധവ മഹാശയന് മനസ്സിലായി, തീർച്ചയായും ഭഗവാനെ ഇവരെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇവരുടെ ചരണരേണുക്കൾ തൻ്റെ ശിരസിൽ വരാനിട വന്നെങ്കിൽ എന്ന് പോലും പ്രാർത്ഥിച്ചു പോയി. ഇങ്ങനെ ഉദ്ധവ മഹാശയൻ ഭഗവാനെക്കുറിച്ച് അച്ഛനമ്മമാരോട് ശ്രീകൃഷ്ണനും ബലരാമനും ബീജവും യോനിയുമാണ് എന്നെല്ലാം പറഞ്ഞ ഭാഷയെല്ലാം കേട്ട് ഗോപികമാർക്ക് അത്രയൊന്നും മനസ്സിലായില്ല. പക്ഷെ അവർക്ക് ഭഗവാനെ അറിയാം. ഇങ്ങനെ കംസനിഗ്രഹപര്യന്തം അക്രൂരമഹാശയനെ തൻ്റെ ഹസ്തനാപുരത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അച്ഛൻ പെങ്ങളുടെ മക്കൾക്ക് ദുര്യോധനാദികൾ മുഖാന്തരം കഷ്ടമാണെന്ന് അറിഞ്ഞ സമയത്ത് ഭഗവാൻ അവിടെ പോയി അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ മഗധയിലെ രാജാവ് അനേക തവണ തന്നെ തേടിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നത് കണ്ട് തൻ്റെ ബന്ധുമിത്രാദികൾക്ക് അലോസരമാണെന്ന് മനസ്സിലാക്കി ഉടനെ അവിടെ നിന്നും ദ്വാരകാപുരി നിർമ്മിച്ചു. അങ്ങനെ ദ്വാരകാപുരിയിൽ കഴിയുന്ന സമയത്താണ് ഭൈഷ്മക മഹാരാജാവിൻ്റെ പുത്രിയാകുന്ന രുക്മിണീ ദേവി ഭഗവാനെ എങ്ങനെയാണ് താൻ കേട്ടിട്ടാണ് ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശുദ്ധതാം തേ ഭഗവാനോട് പറയുകയാണ്, നാരദാദി മഹർഷിമാരെ മഹാബ്രാഹ്മണരായിട്ടവരൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും താൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങ് എങ്ങനെയാണോ നരഹരിയായിട്ടുള്ള ഭഗവാൻ ക്ഷിപ്രം അവതരിച്ച് പ്രഹ്ലാദ സംരക്ഷണം ചെയ്തത് അതുപോലെ വളരെ വേഗതയോടുകൂടി വരണം. മാത്രമല്ല അത് വരുന്ന സമയത്ത് തൻ്റെ ഗൃഹത്തിൽ ആർക്കും ആപത്തുകളൊന്നും വരാൻ പാടില്ല. ഇനി മാത്രമല്ല തനിക്ക് രൂപം, വയസ്സ്, കുലം, വിദ്യ മുതലായിട്ടുള്ളതെല്ലാം അനുയോജ്യമാണ്. ഇനി മാത്രമല്ല അങ്ങയെ സ്വീകരിക്കാൻ എനിക്കുള്ള യോഗ്യത എന്താണ്? ദാനം, പൂർത്തം, ഇഷ്ടം മുതലായിട്ടുള്ള അനേക കാര്യങ്ങൾ. ഇഷ്ടമെന്നാൽ ദേവേഷ്ടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, പൂർത്തങ്ങൾ സമൂഹ സേവകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഗുണങ്ങളുമാണ് ഭഗവാനിലേക്ക് എത്താനുള്ള വഴി. അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ രുക്മിയാകട്ടെ ഭൈഷ്മക മഹാരാജാവിൻ്റെ പുത്രന്മാരിൽ ഏറ്റവും ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി, അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും തൻ്റെ ഏറ്റവും ഒത്തവനുമായിട്ടുള്ള ശിശുപാൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. രുക്മിണി ദേവി ആകട്ടെ മനസ്സുകൊണ്ട് ഭഗവാനെ ആഗ്രഹിക്കുന്നു, സഹോദരൻ തൻ്റെ സുഹൃത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ രുക്മിണി ദേവി ഭഗവാന് കൊടുത്തേക്കുന്ന ആ ലേഖനത്തിൽ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എൻ്റെ ഗുരുപുരത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പ്രയാസമാണോ എന്ന് കരുതണ്ട. ഞങ്ങളുടെ കുലധർമ്മമനുസരിച്ച് ഞങ്ങൾ കുലദേവി യാത്ര, അതായത് ഞങ്ങളുടെ ധർമ്മദൈവത്തെ കണ്ട് വന്ദിക്കാൻ വേണ്ടി വിവാഹ കന്യക തന്നെ യാത്രയാകും, അന്തഃപുരത്തിൽ നിന്ന് പുറത്തിറങ്ങും. ആ രാജവീതിയിലൂടെ പോകുന്ന സമയത്ത് എന്നെ ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുപോകണം എന്നെല്ലാം 7 ശ്ലോകങ്ങളാണ്. സപ്തപദീ കർമ്മം പോലെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി 7 ശ്ലോകങ്ങൾ. സപ്തപദീ കർമ്മം ബ്രാഹ്മണരുടെ വിവാഹത്തിൽ മരണം വരെ പിരിയാതിരിക്കാൻ വേണ്ടി ദേവന്മാരെ സാക്ഷി നിർത്തി ചെയ്യുന്നതായിട്ടുള്ള ക്രിയയാണ്. അപ്പോൾ അതേപോലെ അത്ര പവിത്രമായ ശ്ലോകങ്ങൾ രുക്മിണീദേവി തന്നെ കൊടുത്തയച്ചു. ആരുടെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്? ബ്രാഹ്മണൻ്റെ കയ്യിൽ. എന്താണ് ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ കാരണം? അദ്ദേഹത്തെ സാധാരണ സുന്ദര ബ്രാഹ്മണൻ എന്നൊക്കെ പറയാറില്ലേ? സുന്ദര ശബ്ദത്തിന് മെസ്സഞ്ചർ, സന്ദേശവാഹകൻ എന്ന് കൂടിയൊരു അർത്ഥമുണ്ട്. അതാണ് സുന്ദരകാന്ഡം. രാമായണത്തിൽ സീതാദേവിയും ശ്രീരാമനെയും ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയാണ് ദൂതനായിട്ട് പ്രവർത്തിച്ചത്. അങ്ങനെ സുന്ദരകാന്ഡം എന്ന് പറയുന്ന പോലെ ഇവിടെ ആ ബ്രാഹ്മണൻ എതിർച്ചാലാപ് സന്തുഷ്ടോ, തിദിക്ഷാഗുണമുള്ളവൻ, ശമതമങ്ങളുള്ളവൻ, ഇതെല്ലാം കണ്ടുകൊണ്ട് ദക്ഷിണയെല്ലാം നൽകി രുക്മിണീ ദേവി അദ്ദേഹത്തോട് തൻ്റെ ഇംഗിതം അറിയിച്ചു. ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു. ഇവിടെയാകട്ടെ തൻ്റെ ആ കൊട്ടാര സദൃശമായിട്ടുള്ള ഗൃഹത്തിൽ 4 വേദബ്രാഹ്മണർ 4 ഭാഗത്തും യജുർവേദം, ഋക്ക്, യജുസ്, സാമ മുതലായിട്ടുള്ള വേദങ്ങളെല്ലാം ഉച്ചരിക്കുന്നുണ്ട്. അങ്ങനെ അഥർവവേദമുണ്ട്, എല്ലാ 4 വേദങ്ങളുമുണ്ട്.
മാത്രമല്ല ഋത്തുക്കൾക്ക് അനേക ദ്രവ്യങ്ങൾ ദാനമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിവാഹം മംഗളമായി തീരാൻ വേണ്ടി അന്നപാനങ്ങൾ എല്ലാം വിവിധ സമൃദ്ധമായ എല്ലാ തരത്തിലും സംഭോജ്യമായിട്ടുള്ള തരത്തിലാണ് ഭീഷ്മ മഹാരാജാവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുന്നവർക്കെല്ലാം അന്നപാനീയങ്ങൾ, ഭോജ്യാദികൾ, തൽപ്പങ്ങൾ, ആസനങ്ങൾ ഇതെല്ലാം വളരെ പവിത്രമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രാജപാതകളിലാകട്ടെ ദിവ്യമായിട്ടുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന രത്നസ്തംഭങ്ങൾ. അങ്ങനെ പ്രകാശപൂരിതമായിട്ടുള്ള രാജപാതയിലേക്ക് രുക്മിണി ദേവി പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ ആ ബ്രാഹ്മണൻ്റെ ആ വാക്ക് കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. എന്താണ് കാരണം? രുക്മിണി ദേവി പറയുന്നത് പോലെ തന്നെ ബ്രാഹ്മണൻ തൻ്റെ 7 ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പെട്ടെന്ന് കൈകളിൽ സ്പർശിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ രുക്മിണിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണനെ അവിടെ ഇരുത്തി ഭഗവാൻ അവിടെ ഇരുന്നപ്പോൾ ഭഗവാൻ പുറപ്പെടില്ല തോന്നി. ഉടൻ തന്നെ ഹേ യാദവ, ഹേ യാദവ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുറപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആരോ വിളിച്ചിരിക്കുന്നു. ആരാണ് വിളിച്ചിരിക്കുന്നത്? വേറെ ആരുമല്ല, രാഘവ രാഘവ എന്ന അനേക കാലം വാത്മീകി വിളിച്ചിട്ടുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു. ഭഗവാൻ പുറപ്പെടുമ്പോഴോ തൻ്റെ ശൈബ്യം, മലാഹകം, മേഘപുഷ്പം മുതലായിട്ടുള്ള കുതിരകളെ ബന്ധിച്ച ഗരുഡ ലാഞ്ചിതമായിട്ടുള്ള രഥത്തിൽ ഭഗവാൻ അവിടെ നിന്നും പ്രയാണം ചെയ്തു. രുക്മിണി ദേവിയാകട്ടെ തൻ്റെ കൊട്ടാര സദൃശമായിട്ടുള്ള ഗൃഹത്തിൽ അന്തപ്പുരത്തിൽ നിറങ്ങുമ്പോൾ അനേക സഖിമാരുണ്ട്. ധാരാളം വസ്ത്രാഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലോ പാതുകം ധരിച്ചിട്ടില്ല. ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ്. മാത്രമല്ല വ്രതപൂർത്തീകരണത്തിൽ മൗനവ്രതം ആചരിക്കുകയാണ്. ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ രുക്മിണി ദേവി യാത്രയായി രാജപാതയിലൂടെ സഞ്ചരിച്ച് അനേക സഖിമാരോടുകൂടി വരുമ്പോൾ സാക്ഷാൽ പാർവതി പരമേശ്വര വന്ദനം ചെയ്തു. അവിടെയുള്ള ബ്രാഹ്മണർക്ക് ദക്ഷിണാദ്രവ്യങ്ങളെല്ലാം നൽകി അവരുടെ ആശീർവാദമെല്ലാം സ്വീകരിച്ചു. പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു, നിവേദ്യാദികളെല്ലാം സമർപ്പിച്ചു. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വരുമ്പോൾ രത്നപാതുകങ്ങൾ സഖിമാർ കൊണ്ടുപോയി മുമ്പിൽ വെച്ചു കൊടുത്തു. പക്ഷേ അത് അണിയാതെ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചു. അപ്പോഴാണ് താൻ ഇനി ഒരു കർമ്മം കൂടിയും ചെയ്യാൻ ബാക്കിയുണ്ട്. എന്താണത്? താൻ പറഞ്ഞയച്ചത് അരുകാവലിയിലേക്ക് പറഞ്ഞയച്ചതായിട്ടുള്ള ബ്രാഹ്മണൻ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ തൊട്ട് വന്ദിച്ചിട്ട് വേണം ഞാൻ ബ്രാഹ്മണാനിജ്ഞ വാങ്ങിയിട്ട് വേണം വിവാഹത്തിന് തയ്യാറാവാൻ. അതുകൊണ്ട് അങ്ങോട്ട് നടക്കാൻ വിചാരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ വന്നില്ലെങ്കിൽ താൻ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ദേഹവിയോഗം ചെയ്യും എന്നെല്ലാമാണ്. അങ്ങനെ അവസാനം അങ്ങയിൽ വന്ന് ലയിക്കും. അങ്ങനെ ജീവൻ എങ്ങനെയാണോ പരമാത്മസ്വരൂപത്തിൽ പോയി ലയിക്കുക, അതേപോലെ രുക്മിണി ദേവി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ രുക്മിണി ദേവി നടന്നു പോകുമ്പോൾ ശ്രീകൃഷ്ണൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തൻ്റെ അളകങ്ങൾ പതുക്കെ കൈകൊണ്ടിങ്ങനെ വകഞ്ഞു മാറ്റി. ഈ സമയത്ത് കുനുകുന്തളങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ധാരാളം അളകങ്ങൾ ചുരുണ്ട് കുലീന സ്ത്രീകൾക്ക് അങ്ങനെ നിറഞ്ഞു വീഴും. അങ്ങനെയുള്ളതായിട്ടുള്ള ആ കുലീന സ്ത്രീകൾ അളകങ്ങളെല്ലാം മാറ്റി ഒതുക്കുന്നത് പോലെ പതുക്കെ വകഞ്ഞു. ആ സമയത്ത് അങ്ങ് ദൂരെ എല്ലാ രാജാക്കന്മാരും രഥത്തിൽ നിന്ന് പതുക്കെ നിലം പതിച്ചു. അങ്ങനെയാണ് എഴുത്തച്ഛൻ പറയുകയാണ്, വില്ല് ഒടിഞ്ഞ സമയത്ത് രാജാക്കന്മാരെല്ലാം ഉരകങ്ങളെ പോലെ സഞ്ചരിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? ആ ഭൂമിയുടെ പ്രകമ്പനം കൊണ്ട് രാജാക്കന്മാരെല്ലാം നിന്ന നിൽപ്പിൽ വീടുകൊണ്ട് പുരസ്സുകൊണ്ട് മുന്നോട്ട് ഗമിച്ചു. അതുപോലെ ആ രുക്മിണി ദേവിയുടെ ദർശനത്തിൽ അവരെല്ലാം തന്നെയാണ് നോക്കുന്നത് വിചാരിച്ചുകൊണ്ട് പാദങ്ങൾ പതുക്കെ മുന്നോട്ട് വെച്ചു. രഥത്തിൽ നിന്ന് രാജപാതയിലേക്ക് വീണ് രാജാക്കന്മാരെല്ലാം അങ്ങനെ ഉരുളാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങ് അകലെ ആരാണ് നിൽക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥം കണ്ടു. അങ്ങനെ പതുക്കെ അങ്ങോട്ട് നീങ്ങുമ്പോൾ രഥം മുന്നോട്ട് വരികയാണ്. രാജപാതയിലൂടെ മുന്നോട്ട് വരുന്ന രഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രാഹ്മണൻ്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തിയതായിട്ടുള്ള രുക്മിണി ദേവിയുടെ കൈകളിലേക്ക് ഭഗവാൻ സ്പർശിച്ചു. ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് രുക്മിണി ദേവിയുടെ കൈകൾ പിടിച്ച് ഭഗവാൻ രഥത്തിലിരുത്തി. ശ്രീകൃഷ്ണ ഭഗവാൻ ആ രഥത്തിൽ യാത്രയാകാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് ശിശുപാലൻ്റെ സുഹൃത്തായിട്ടുള്ള രുക്മിണി ദേവിയുടെ ജ്യേഷ്ഠനാകുന്ന രുക്മി ആയുധപാണിയായി വരുന്നത്. എല്ലാവരും പറഞ്ഞു, യാദവൻ കൊണ്ടുപോയി രുക്മിണിയെ. ഇത് കേട്ട് പെട്ടെന്ന് ആ ശിശുപാലന് മോഹാലസ്യം വന്നു. ഉടനെ പറഞ്ഞു, എൻ്റെ സഹോദരിയെ ഞാൻ അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് യാദവനെ വധിച്ചിട്ടായാലും വിരോധമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് സഹോദരിയെ അങ്ങേക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയുധപാണിയായി പുറപ്പെടുമ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇനി അതെനിക്ക് സാധ്യമായില്ലെങ്കിൽ ഞാനിനി ഈ കുണ്ഠനപുരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് രുക്മി ഇറങ്ങിയത്. അവിടെ ചെല്ലുമ്പോഴോ ശ്രീകൃഷ്ണ ഭഗവാൻ ആയുധധാരിയായിട്ട് വരുന്ന രുക്മിയെ കണ്ട് തൻ്റെ ആയുധമെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ശിരസ് അലങ്കരിച്ചു വെച്ചതായിട്ടുള്ള മുടിയെല്ലാം വമനം ചെയ്തു. 5 മുടികൾ മാത്രം ഇങ്ങനെ ഉപരിഭാഗത്തേക്ക് പൊന്തി നിൽക്കുന്നത് പോലെയായി. എന്താണ് കാരണം? 5 ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിനും ഇങ്ങനെയായിരിക്കും. രുക്മിണി ദേവി സഹോദരന്മാരായിട്ടുള്ള 5 പേര്
ഈ ഇന്ദ്രിയങ്ങൾക്ക് തുല്യമായിട്ടുള്ളവരാണ്. ഇന്ദ്രിയങ്ങൾ ഭഗവാനിലേക്ക് പോകുമ്പോൾ നമ്മളെ തടുക്കും. ജീവൻ ഭഗവാനിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ തടുക്കും. ഇതുപോലെ സഹോദരന്മാർ വിരോധികളായിരുന്നു. പക്ഷെ എന്നാലോ രുക്മിണീ ദേവിയാകട്ടെ ഭഗവാനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ വപനം ചെയ്ത് കളയുന്നത് പോലെ ഭഗവാൻ ഇവിടെ ആ ശിരസിൽ ഉള്ള മുടികളെയെല്ലാം വപനം ചെയ്തു. എന്നിട്ടോ തൻ്റെ രഥനേമികൾ പറ്റിച്ചു വെച്ചു. അപ്പോഴാണ് ബലഭദ്രസ്വാമി വരുന്നത്. എങ്ങോട്ടാണ് ശ്രീകൃഷ്ണൻ രഥത്തിൽ കയറി പോയിരിക്കുന്നത് അന്വേഷിച്ച് വരുമ്പോഴാണ് ഭൈഷ്മക മഹാരാജാവിൻ്റെ കുണ്ഡലപുരത്തിലേക്ക് വന്നിരിക്കുന്നു. ഉടനെ തന്നെ ആ രുക്മിണിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് രഥത്തെ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താണ് വിശിഷ്ടമായിട്ടൊരു വസ്തു ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്താണ് നമ്മുടെ രഥത്തിൽ പുതിയൊരു ചിഹ്നം? അപ്പോഴാണ് പറഞ്ഞത്, ഇത് ഭാര്യാ സഹോദരൻ രുക്മിണീ ദേവി പാദം പിടിച്ചുകൊണ്ട് എൻ്റെ സഹോദരനാണ്, വധിക്കരുത് എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ ഉപേക്ഷിച്ചത്. ഇങ്ങനെ ബന്ധുക്കളെ ഉപദ്രവിക്കരുത് കൃഷ്ണ, യാദവന്മാർ ഉപദ്രവകാരികളാണെന്നല്ലേ പറയും, അഴിച്ചുവിടൂ. അങ്ങനെ രുക്മിണി അവിടെ നിന്ന് അഴിച്ചുവിടൂ. പിന്നെ ഭോജകടം തീർത്തുകൊണ്ട് അവിടെയാണ് രുക്മിണി കഴിഞ്ഞത്. പോകുന്ന സമയത്ത് രുക്മിണീ ദേവിയെ ആശീർവദിച്ച മഹാദേവൻ അകലെ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് വേണ്ടത് കേട്ടോ, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അകലെ നിന്ന് ആശീർവദിച്ചു. എന്താണ് കാരണം? താൻ മുമ്പേ ഒരു സ്ത്രീയുടെ പിന്നാലെ പായുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനീ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ കണ്ട് പോകുമ്പോൾ അങ്ങ് എല്ലാ ദേവന്മാരും പറഞ്ഞിട്ടുണ്ട് മഹാദേവൻ ദ്രുതചലനം ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം ആരാണ് കൈ പിടിച്ച് കയറ്റി ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നത്? ഇപ്പോൾ കണ്ടോ, സ്ത്രീയെ പിടിക്കുന്നത് താനല്ല കൃഷ്ണനാണ് എന്നുള്ളത് പോലെ ഭഗവാൻ അകലെ നിന്ന് കാണിച്ചു കൊടുത്തു. ഇതാ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ്റെ ആശീർവാദം കൂടി ഏറ്റുവാങ്ങി ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് യാത്രയായി. അപ്പോഴാണ് ബലഭദ്രസ്വാമി പറയുന്നത്, നാളെ വിവാഹം നടക്കുന്ന വേദിയും വിവാഹത്തിൻ്റെ വരനും ചെറിയൊരു മാറ്റമുണ്ട്. രുക്മിണീ ദേവിക്ക് വരനായിട്ടുള്ളത് ശിശുപാലനല്ല, കുട്ടികളുണ്ടായാൽ നോക്കുന്ന പാലിക്കാനുള്ള ആളല്ല, ശ്രീകൃഷ്ണ ഭഗവാനാണ്. മാത്രമല്ല നടക്കുന്ന വേദി ദ്വാരകാപുരിയാണ്. അവിടെ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ആശീർവാദങ്ങളും കൊടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാം അവിടേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചു. ഇനി മാത്രമല്ല ആർക്കെങ്കിലും എതിർക്കാൻ വരണമെങ്കിൽ ഇപ്പോൾ വരാം, യാദവന്മാർ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയേണ്ടാതെ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് ബലഭദ്രസ്വാമി ആരും വരാൻ കൂട്ടാക്കിയില്ല. തൻ്റെ ഹലായുധനായിട്ടുള്ള ആ ബലഭദ്രസ്വാമി ഹലം കൊണ്ട് അവരെല്ലാം പിടിച്ച് തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള ആ വലിയ ദണ്ഡ് രൂപത്തിലുള്ളതായിട്ട് ഉലക്ക കൊണ്ട് അവരെ പ്രഹരിച്ചു കഴിഞ്ഞാൽ ഒന്നും അവശേഷിക്കില്ല. അതുകൊണ്ട് ആരും എതിർക്കാൻ പോയില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണീ ദേവിയെ തൻ്റെ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ രുക്മിണി പരിണയം ഭഗവാൻ അതിവിശിഷ്ടമായിട്ട് തൻ്റെ ഗാർഹസ്ഥ്യമാകുന്ന ധർമ്മത്തെ സ്വീകരിച്ചു. പിന്നീട് അനേക വിവാഹങ്ങൾ ഭഗവാൻ സത്യഭാമയെ വിവാഹം കഴിച്ചു, ജാമ്പവതി വിവാഹം കഴിച്ചു, കാളിന്ദ, മിത്രവിന്ദ, ലക്ഷണ മുതലായിട്ടുള്ളവരെയൊക്കെ നാളെ ശ്രീകൃഷ്ണൻ്റെ വിവാഹ ഘോഷമാണ്. അതിനുശേഷമാണ് പിന്നീട് തൻ്റെ മക്കളുടെ ആ വിവാഹങ്ങൾ നടത്തുന്നത്. അവിടെ വെച്ച് രുക്മിണീ ദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ ചെയ്യുന്ന ഒരു സല്ലാപം, ആ സംസാരത്തിൽ ഭഗവാൻ തനിക്ക് അനുയോജ്യനല്ല താൻ എന്ന് പറഞ്ഞ സമയത്ത് രുക്മിണീ ദേവി ഭഗവാനോട് പറയുന്ന വചനങ്ങൾ, ഇങ്ങനെ ഭഗവാൻ രുക്മിണീ ദേവിയുമായിട്ടുള്ള നർമ്മകലഹം. അവസാനം നമ്മൾ ഭഗവാന്റെ സതീർത്ഥ്യനായിട്ടുള്ള സുധാമാചരിതം മധ്യാഹ്ന സമയത്ത്. അങ്ങനെ 6ാമത്തെ ദിവസമാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ നാളെ. എല്ലാവരും നാളത്തെ സുദിനത്തിൽ പങ്കെടുക്കാൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കീർത്തനം പാടി ഇവിടെ നിർത്തും. ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ. ഹരേ നാരായണ 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 ഹരേ നാരായണ. നാരായണ 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 രാധാ ഗോവിന്ദ അംബികാപദാരവിന്ദ വന്ദനങ്ങൾ ചെയ്തുകൊണ്ട് അംബുജാക്ഷിമാർത്തോഴുന്ന രാജകന്യക ആളിമാർ മനോജ്ഞ പാളി നാളികം പിടിച്ചുകൊണ്ടു കേളിയാടി മെല്ലെ മെല്ലെ മല്ലലോചന. നാരായണ 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 രാധാ ഗോവിന്ദ.
മഞ്ജവാസിയായ ഭൂപ സഞ്ജയാന്തികെ സുഖേന സഞ്ചരിച്ചു സാരസാക്ഷി രുക്മിണി മോദാൽ പത്മനാഭനാശു ജന്നു പങ്കജാക്ഷി മൗലിതന്റെ പണി പങ്കജം പീഡിച്ചു തെരിലേറ്റിനാൽ നാരായണ 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 രാധാ ഗോവിന്ദ വമലോചനെ വരിക കോമളതാനോ കൃശാംഗി രാമസോദരനേഷ ഞാൻ കാമമാർമണേ പ്രണനായികേ നിനക്കോ നാണമെന്തിനിന്നു നിന്റെ പ്രണവല്ലഭൻ മുകുന്ദ യശ ഞാനിടോ നാരായണ 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 രാധാ ഗോവിന്ദ കൊണ്ടൽ നീലവേണി നിന്നെ കൊണ്ടുപോവതിന്നു തന്നെ കൊണ്ടൽ വർണ്ണനെന്നു നാമമുള്ള ഞാനിടോ നിന്നോടെ വിയോഗമായ വഗ്നി കൊണ്ടെരിഞ്ഞോരുന്നു ഭിന്നമെന്നുടെ ശരീരം ഇത്ര നാളടോ നാരായണ 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 രാധാ ഗോവിന്ദ ചാരുപാദ സംഘമേറ്റ ചന്ദ്രകാന്തമെന്ന പോലെ ചന്ദ്രമോട് ശീത ശീത ഇന്നു മാനസം കണ്ണീനുള്ള ജന്മലാഭം ഇന്നെനിക്ക് പൂർണ്ണമായി കന്യകാമണി ജവേന ഭോഗനാമിടോ നാരായണ 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 രാധാ ഗോവിന്ദ ചന്ദനെ വഹിച്ചു കൊള്ളുക സുന്ദരാനനെ സുഖേന നന്ദനന്ദനന്റെ ഭാഗ്യ മൂർത്തിയായ നീ ഏവമോദി ദേവനായ ദേവകി സുരൻ മുരാരി ദേവിയെ വഹിച്ചുകൊണ്ടോ യാത്രയായിരേ നാരായണ 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 രാധാ ഗോവിന്ദ ദ്വാരകാപുരം ഗമിച്ചു സരസാക്ഷിയോടുമൊത്തു വാരിജാക്ഷനും ഗമിച്ചു വനു സൗഖ്യമായി ദ്വാരകാപുരം ഗമിച്ചു സരസാക്ഷിയോടുമൊത്തു വാരിജാക്ഷനും ഗമിച്ചു വനു സൗഖ്യമായി അംബിക പദാരവിന്ദ വന്ദനങ്ങൾ കൊണ്ട് അംബുജാക്ഷിമാർ തോഴുന്ന രാജകന്യക അളിമാർ മനോജ്ഞ പാളി നാളിയും പിടിച്ചുകൊണ്ടു തെളിയാടി മെല്ലെ മെല്ലെ മല്ലലോചന നാരായണ 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 രാധാ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പാർവതി മണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴാം പാർവതി മണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴാം നിന്റെ കീർത്തനമൊന്നും
ഒന്നു മാത്രം നിന്റെ ഭക്തർക്കെന്നും ശരണം നിന്റെ കീർത്തനമൊന്നു മാത്രം നിന്റെ ഭക്തർക്കെന്നും ശരണം നീലകണ്ഠാനിൻ തിരുവടികളെ അനിശം തൊഴുവോർക്കാശ്രയമരുളുക നീലകണ്ഠാനിൻ തിരുവടികളെ അനിശം തൊഴുവോർക്കാശ്രയമരുളുക പാർവതി മാണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴാ ക്ഷുദ്രശക്തികളിന്നു ഭുവനം ഭസ്മമാക്കാനുളറി നടക്കേ ക്ഷുദ്രശക്തികളിന്നു ഭുവനം ഭസ്മമാക്കാനുഴറി നടക്കേ രുദ്രതാണ്ഡവമാടുക നീ ഭദ്രമാക്കുക മാനവധർമ്മം രുദ്രതാണ്ഡവമാടുക നീ ഭദ്രമാക്കുക മാനവധർമ്മം പാർവതി മാണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴ ഗംഗയരുളും തുംഗജടയും ശങ്കരന്റെ മുജംഗമകളവും ഗംഗയരുളും തുംഗജടയും ശങ്കരന്റെ ഭുജംഗമകളവും വൻകപാലവും അംഗതുഴുമയും അനംഗമതക കാണാകേണം വൻകപാലവും അംഗസുഷുമയും അനംഗമതഹര കാണാകേണം പാർവതി മാണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴ നൃത്തചാരുതയാർന്ന നിങ്കഴൽ അത്തലിൽ തുണയായിടണം നൃത്തചാരുതയാർന്ന നിങ്കഴൽ അത്തലിൽ തുണയായിടണം ചിത്തശുദ്ധി ലഭിപ്പതിനാഴ്ചവ കീർത്തനങ്ങൾ രസനയിൽ ഉണരണം ചിത്തശുദ്ധി ലഭിപ്പതിനായി അവ കീർത്തനങ്ങൾ രസനയിൽ ഉണരണം പാർവതി മാണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴ ഗോത്പദീകൃതനീ ത്രിലോകം ത്വത്പദാംബുജ ഭജനം ചെയ്താൽ ഗോഷ്പദീകൃതമീ ത്രിലോകം ത്വത്പദാംബുജ ഭജനം ചെയ്ത് ബാഷ്പധാരയിലലിയണമേ മമ ജനമൃതി സഞ്ജിന വിജയവുമില്ല ബാഷ്പധാരയിലലിയണമേ മമ ജനിമൃതി സഞ്ചിത വൃജിനവുമെല്ലാം പാർവതി മാണാള ശങ്കര കൈലാസനാഥ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴ കൈതവങ്ങൾ തീർക്കാൻ കൈതൊഴ പാർവതി പതയേ മഹാദേവ രാധാരമണ മുകുന്ദ മുരാരേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം രഘുകുല തിലക ശ്രീരാമചന്ദ്ര ശരണം മേ തവ ചരണയുഗം രഘുകുല തിലക ശ്രീകൃഷ്ണചന്ദ്ര ശരണം മേ തവ ചരണയുഗം സീതാവല്ലഭ ശ്രീരാമചന്ദ്ര ശരണം മേ തവ ചരണയുഗം രാധാവല്ലഭ ശ്രീകൃഷ്ണചന്ദ്ര ശരണം മേ തവ ചരണയുഗം ശ്രീരാമദൂതാഞ്ജലിയ ശരണം മേ തവ ചരണയുഗം പ്രഹ്ലാദ പ്രിയ നര ഹരി ഭഗവൻ
ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം 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 കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാം ഗോബ്രാഹ്മണേഭ്യः സുഖമസ്തു നിത്യം ലോകാ സമസ്ത